ഹലോ ഫ്രണ്ട്സ്, സ്നേഹാന ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട് ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസ് നമ്മൾ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ തെറ്റത്ത് കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ തെറ്റത്ത് കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഉള്ളിലേക്ക് ഉൾവശത്തേക്ക് നമ്മളത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറവശത്ത് കൂടി 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇവിടെ ഇതിൻ്റെ തെറ്റത്ത് കൂടി 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മളൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി ഒരു ലേസ് നമ്മളിവിടെ അറ്റം വരെ കഴുത്തിൻ്റെ അവിടെ ഒരു ഭംഗിക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗോൾഡൻ്റെ ഒരു ലേസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് വെള്ള ലേസാണ്. അപ്പോൾ ഞാൻ വെള്ള ലേസ് ഇതിൻ്റെ ഫ്രണ്ട് കഴുത്തിൽ വെച്ച് യോജിപ്പിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ കഴുത്തിൻ്റെ വർക്ക് കഴിഞ്ഞു. ക്രോസ് പീസുകൾ, ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് യോജിപ്പിച്ച് എടുത്തുകൊണ്ട് വരണം. ഇത് ബാക്ക് വശം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്രോസ് പീസ് യോജിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ക്രോസ് പീസ് നമുക്കിങ്ങനെ മറിച്ചിട്ടിട്ട് ഇത് ഒപ്പോടെ വെച്ചതിന് ശേഷം ഇതിൻ്റെ തെറ്റത്ത് കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ തെറ്റത്ത് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചുമ്പോൾ കൊള്ളാതെ തന്നെ നമ്മൾ ചെറിയ കട്ടിട്ട് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇവിടെ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് വശത്തിൻ്റെ ഫ്രണ്ട് ഭാഗവും ഒരുമിച്ച് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഷോൾഡർ നമ്മളത് ഒപ്പം വെച്ചതിന് ശേഷം ഇത് ഈ തുമ്പു ഭാഗത്ത് ലേശം നമ്മളൊന്നിങ്ങനെ മടക്കി കൊടുത്താൽ നമ്മുടെ ഷോൾഡർ കുത്തി തറക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ചിൽ നമ്മളിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. 2 ഭാഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ഇങ്ങോട്ട് തിരിച്ചിട്ടതിന് ശേഷം ഈ ബാക്ക് ഭാഗത്തിന് ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ട് ഈ തുമ്പൊന്നും കൂടി മടക്കിയതിന് ശേഷം ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഇതിങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. നമ്മുടെ ബാക്ക് ഭാഗം ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ താഴെ ഭാഗത്തേക്ക് ഞൊറിയിടാൻ വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ചിൽ ഒരു 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇത് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഈ വശം ജോയിൻ ചെയ്ത് എടുക്കണം. ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ഒരു പീസ് നല്ല നീളത്തിൽ നമുക്ക് ഞൊറിയിടാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത 2 പീസുകളും എടുക്കുക. ഒപ്പം വെച്ചതിന് ശേഷം ഇതും നല്ല നീളത്തിൽ നമുക്ക് ബാക്ക് വശത്തേക്കുള്ള പീസും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ താഴ്ഭാഗം നമ്മളിങ്ങനെ ഒപ്പം പിരിച്ചിടുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ അടിച്ചു വച്ചിരുന്ന ആ പീസ് എടുത്തിട്ട് ഞൊറുക്കി വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കണത്. അപ്പോൾ ഇവിടെ ഒപ്പം വെച്ചതിന് ശേഷം
ഇത് ഒപ്പം വെച്ചതിന് ശേഷം നമ്മളിതിങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റുകളിട്ട് കൊടുക്കണം. ചെറിയ ചെറിയ പ്ലേറ്റുകളിട്ട് കൊടുത്തിട്ട് നമ്മളിത് അറ്റം വരെ അടിച്ച് യോജിപ്പിക്കണം. താഴ്ഭാഗത്ത് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾ കൈയുടെ ഭാഗമാണ് ജോയിൻ ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗവും കൈയുടെ സെൻറ്റർ ഭാഗവും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കൈ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ രണ്ട് ഭാഗത്തെയും കൈ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി കൈയുടെ ഈ അരുഭാഗത്ത് താഴ്ഭാഗത്ത് ഞാൻ വെള്ള ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് കൈക്കും ഇപ്പുറത്തെ കൈക്കും അതുപോലെ തന്നെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് രണ്ട് ഭാഗം സൈഡ് കൂട്ടി ജോയിൻ ചെയ്യണം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒപ്പം വെച്ചതിന് ശേഷം നമ്മളിത് എവിടെ നിന്ന് തുടങ്ങി കയ്യരെ ഭാഗത്ത് നിന്ന് തുടങ്ങി താഴ്വശം വരെ ഒരു ഭാഗം നമ്മളും ജോയിൻ ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഇപ്പുറത്തെ സൈഡും ഈ ഒരു സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞു. കഴുത്തിൻ്റെ ഇവിടെ നമ്മൾ അങ്ങനെ ലേസൊക്കെ വെച്ച് കൊടുത്ത് ഇവിടെയും വർക്ക് ചെയ്തു. കയ്യൊരു ഭാഗവും നമ്മൾ ലേസ് വെച്ച് കൊടുത്ത് സൈഡും ജോയിൻ ചെയ്തു. താഴ്ഭാഗത്തും നമ്മൾ ഫ്രില്ലൊക്കെ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.